ഹായ് ഡിയേഴ്സ്, പ്ലാന്റ്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ അഡീനിയം കളക്ഷനിലെ കുറച്ച് പുതുതായിട്ട് വിരിഞ്ഞ പൂക്കളാണ്. ഡിസംബർ ജനുവരി മാസത്തിലാണ് നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഈ അഡീനിയം പ്രൂൺ ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് ധാരാളം പൂക്കൾ ഉണ്ടാവുക. പക്ഷേ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കേരളത്തിൽ മഴ പെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതിന് മുമ്പേ പൂക്കളുണ്ടാവണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ പ്രൂൺ ചെയ്ത് അതിന് പുതിയ ശാഖകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിറയെ മൊട്ടുകളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെടികൾ നിറയെ പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ പ്രൂണിങ്ങും കൂടി ചെയ്യേണ്ടതാണ്. പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ശാഖകൾ വരും. കൂടുതൽ ശാഖകളുണ്ടാകുമ്പം കൂടുതൽ പൂക്കളുണ്ടാവുകയല്ലോ. പിന്നെ വളപ്രയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളപ്രയോഗം ഞാൻ ചെയ്യാറ് 15 ദിവസം കൂടുമ്പം രാസവളവും അതുപോലെ തന്നെ ജൈവവളവും മാറി മാറി കൊടുക്കാറുണ്ട്. ചെറിയ ചെടികളാണെങ്കിൽ കൂടിയിട്ട്, ഇത് ചെറിയ ചെടി ആയതുകൊണ്ട് ഇപ്രാവശ്യം ഇത് പ്രൂൺ ചെയ്തിട്ടില്ല. ചെറിയതാണെങ്കിൽ കൂടിയിട്ട് പക്ഷേ പൂവ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ ചെയ്ത വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആട്ടിൻകാഷ്ടമാണ് ഇതിന് കൊടുത്തത്. ഇപ്രാവശ്യം ജൈവവളമാണ് ഞാൻ കൊടുത്തത്. അതിനായിട്ട് ചെടിയുടെ മെരട് കുറച്ച് ഒന്ന് ചെറിയ കുഞ്ഞു വേര് പൊട്ടിപ്പോവാത്ത വിധം അതിനെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. കുഞ്ഞു വേര് പൊട്ടരുത്. കുഞ്ഞു വേര് കൂടിയിട്ടാണ് നമുക്ക് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളമൊക്കെ അത് വലിച്ചെടുക്കുന്നത്. അപ്പോൾ അത് പൊട്ടാതെ വളരെ സൂക്ഷിച്ച് ഇങ്ങനെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിൽ ആട്ടിൻകാഷ്ടവും കുറച്ച് സാഫും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ഇപ്രാവശ്യം കൊടുക്കുന്നത്. ഈ സാഫ് ഇടയ്ക്കിടയ്ക്ക് 15 ദിവസം കൂടുമ്പം സാഫ് 5 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിന് തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിന് ഏറ്റവും പ്രധാനം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഡീനിയത്തിന് ചീച്ചിൽ വരും. കാരണം എന്ന് വെച്ചാൽ ഫംഗസ് ബാധ വന്നിട്ട് അത് നശിച്ചു പോകാനിടയുണ്ട്. ഇത് എൻ്റെ 15 കൊല്ലം പ്രായമുള്ള അഡീനിയംസ് ആയിരുന്നു. ഇത് ഇക്കൊല്ലമാണ് ഞാൻ ആദ്യമായിട്ട് പ്രൂൺ ചെയ്തത്. അപ്പോൾ പ്രൂൺ ചെയ്തതിന് ശേഷം ധാരാളം ശാഖകളും മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതും ഒരുപാട് നാടൻ വെറൈറ്റിയാണ്, പക്ഷേ നിറയെ പൂക്കളുണ്ടാവും. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.